മദ്യശാലയ്ക്ക് മുന്നിലെ പാർക്കിങ്ങിനെ ചൊല്ലിയുള്ള തർക്കം അത് കലാശിച്ചത് ക്രൂരമായ കൊലപാതകത്തിൽ. പത്തനംതിട്ട റാന്നിയിലാണ് യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയത്. മരിച്ചത് അമ്പാടി സുരേഷ് എന്നയാൾ. കൊലപാതക കേസിൽ 3 പേർ പിടിയിലായി. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഞെട്ടിക്കുന്നൊരു സംഭവമാണ്. ഒരു തർക്കം ആദ്യം ബെവറേജസ് കോർപ്പറേഷന് മുന്നിൽ ഉണ്ടാകുന്നു, അതിനുശേഷം നടക്കുന്നതാണ് അതിക്രൂരമായ കൊലപാതകം. വീട്ടുകാർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല. കൂട്ടുകാർക്കൊപ്പം പുറത്തുപോയ ഒരാൾ പിന്നീട് മരിച്ചു എന്ന വിവരമാണ് വീട്ടുകാർ അറിയുന്നത്. ഇതെന്താണ് സംഭവം എന്നതാണ് പോലീസ് പറഞ്ഞത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ പ്രതികളെയൊക്കെ പിടികൂടിയിട്ടുണ്ടല്ലോ. വിവരങ്ങളുടെ ചുരുൾ പതിയെ അഴിയുകയാണ്. ഈ സംഘം, അതായത് ഈ പ്രതികളടങ്ങുന്ന സംഘം ബിവറേജസ് കോർപ്പറേഷനിലേക്ക് പോയത് അതൊരു വിവാഹ വീട്ടിലേക്ക് മദ്യസൽക്കാരം നടത്താൻ വേണ്ടി മദ്യം വാങ്ങാനാണെന്നാണ് മനസ്സിലാക്കുന്നത്. ആ സമയം അവിടെ അമ്പാടിയും സഹോദരന്മാരും ഉണ്ടായിരുന്നു. അവരുമായി കാർ പാർക്കിങ്ങിനെ ചൊല്ലിയാണ് ആദ്യഘട്ടത്തിൽ തർക്കം നടക്കുന്നത്. ഈ കാർ പാർക്കിങ്ങിനെ ചൊല്ലി അവിടെ വെച്ചൊരു തർക്കം നടന്നു. അതിനുശേഷം ഈ പറയുന്നത് പോലെ ഈ വീട്ടിലേക്ക് അമ്പാടിയുടെ വീട് പരിചയമുണ്ട്. ഈ പറയുന്ന ചേത്താക്കൽ സ്വദേശികൾക്ക് അമ്പാടിയുടെ വീട് പരിചയമുണ്ട്. ആ മേഖലയിലേക്ക് പോയി അമ്പാടിയുടെ വീടിന് പരിസരത്ത് പോയി അമ്പാടിയെ അന്വേഷിച്ചു വന്നു. അങ്ങനെ ചില നാട്ടുകാരും അത് ചില ബന്ധുക്കളും ഇങ്ങനെ ചില ആളുകൾ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട് എന്ന് വിവരം പറയുന്നു. അതിനുശേഷം ഫോണിൽ വിളിച്ച് മറ്റൊരു സ്ഥലത്ത് വെച്ച് ഈ ഇരു സംഘങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. അതിൽ അമ്പാടിയുടെ സംഘം മറ്റു സംഘത്തെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും ഇരു സംഘങ്ങളും തമ്മിൽ മർദ്ദനമുണ്ടായി. ആ അടിപിടി ഇനി വേണമെങ്കിൽ മന്ദമരുതിയിലേക്ക് അവിടെ വെച്ച് കാണിച്ചു തരാം, ഒരു സ്ഥലം ഉറപ്പിച്ച് അവിടെ വെച്ച് ഏറ്റുമുട്ടാം എന്ന് പറഞ്ഞാണ് പുനലൂർ മൂവാറ്റുപുഴ ദേശീയപാതയിലെ ആ പ്രദേശത്തേക്ക് മന്ദമരുതിയിലേക്ക് സംഘമെത്തുന്നത്. ആദ്യമെത്തുന്നത് അമ്പാടിയുടെ സഹോദരന്മാരും അമ്പാടിയുമാണ്. കാർ നിർത്തി പുറത്തിറങ്ങിയ ഉടൻ തന്നെ, ഫോൺ ചെയ്യാനാണ് പുറത്തിറങ്ങിയത്, ഉടൻ തന്നെ പുറകിലൂടെ വന്ന കാർ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഈ പ്രതി അരവിന്ദ് കുട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ അരവിന്ദ് കുട്ടുവാണ് കാർ ഓടിച്ചിരുന്നത്. ഇടിച്ച് തെറിപ്പിച്ചതിനു ശേഷം വീണ്ടും പുറകിലേക്ക് കാർ എടുത്ത് അമ്പാടിയുടെ ശരീരത്തിലൂടെ വീണ്ടും കാർ കയറ്റി ഇറക്കിയാണ് പോയത്. ഈ കാർ പൂർണ്ണമായി തകർന്നിട്ടുണ്ട് ഇതിന് മുൻവശം. അതിനുശേഷം വെച്ചൂച്ചിറ ഭാഗത്ത് ഈ കാർ ഉപേക്ഷിച്ച് എറണാകുളത്തേക്ക് മുങ്ങുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ അപകടങ്ങൾ പതിവാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അപകടമാണ് ആയിരിക്കാമെന്നാണ് പോലീസും ആദ്യം കരുതിയത്. പക്ഷേ ശരീരത്തിലെ പാടുകൾ, പരിക്കുകൾ കണ്ട് സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് കൃത്യമായ രീതിയിൽ ഇത് ഒരു കൊലപാതകമാണ്. പിന്നീട് മൊഴികളൊക്കെ രേഖപ്പെടുത്തി വന്നപ്പോഴാണ് ഇതൊരു കൊലപാതകമാണ് എന്ന തരത്തിൽ പോലീസിന് വിവരം ലഭിക്കുന്നത്. എന്തായാലും പ്രതികളെ ഇന്ന് രാവിലെയോടുകൂടി കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ വൈകിട്ടോടുകൂടി പ്രതികളെ എറണാകുളത്ത് നിന്ന് ഇവിടേക്ക് റാന്നിയിലേക്ക് എത്തിക്കും. കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷം മറ്റു കാര്യങ്ങൾ, അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കും. പോലീസിന് ഈ വിഷയത്തിൽ ഒരു പോലീസ് വെർഷൻ കൂടി ഉണ്ടാകും. അതുകൂടി അല്പസമയത്തിനകം തന്നെ നമുക്ക് നൽകാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്.